ഷൊർണൂർ മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള വികസന രേഖ പുറത്തിറക്കി UDF. വെളിനഴിയിൽ ആഗോള കലാകേന്ദ്രം, ചെർപ്പശ്ശേരിയിൽ മിനി സിവിൽ സ്റ്റേഷൻ, ഷൊർണൂരിനെ വ്യാവസായിക നഗരമാക്കുക തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ ഉൾക്കൊള്ളുന്നതാണ് വികസന രേഖ. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുൻമന്ത്രി VC കബീറിന് നൽകിയാണ് വികസന രേഖ പ്രകാശനം ചെയ്തത്. ഷൊർണൂരിലെ പരമ്പരാഗതമായ ഇരുമ്പ് വ്യവസായത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഷൊർണൂർ ഫോർജിങ്സ് എന്ന ആഗോള ബ്രാൻഡായി ഉയർത്താനും ചെറുകിട വ്യവസായങ്ങളെ കൂട്ടിയിണക്കി മെറ്റൽ ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാനുമുള്ള പദ്ധതിയാണ് വികസന രേഖയിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഹെറിറ്റേജ് ടൂറിസം സർക്യൂട്ട്, വെള്ളിനേഴിയിൽ ആഗോള കലാകേന്ദ്രം, മണ്ഡലത്തിൽ മാപ്പിള കലാകേന്ദ്രം, പുരാതന തറവാടുകളിൽ ഹോം സ്റ്റേ, ഷൊർണൂരിൽ ആയുർവേദ മെഡിക്കൽ ടൂറിസം ഹബ്ബ് എന്നിവ സ്ഥാപിക്കുമെന്നും ഇതിലൂടെ പ്രാദേശിക തൊഴിൽ സാധ്യതകളും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുമെന്നും വികസന രേഖയിൽ വാഗ്ദാനം ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും വാഗ്ദാനം ചെയ്യുന്നു. ചെർപ്പശ്ശേരിയിൽ മിനി സിവിൽ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, ആരോഗ്യമേഖലയിൽ ഷൊർണൂരിലും ചെർപ്പശ്ശേരിയിലും കിടത്തി ചികിത്സയുള്ള ആശുപത്രി, കാർഷിക മേഖലയ്ക്കായി പ്രത്യേക ഗവേഷണ കേന്ദ്രം, മണ്ണ് പരിശോധനാ ലാബുകൾ എന്നിവയും വികസന രേഖയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സമഗ്ര കുടിവെള്ള പദ്ധതികൾ, ഷൊർണൂർ പെരിന്തൽമണ്ണ പാതയുടെ നവീകരണം, റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് പുതിയ KSRTC ഡിപ്പോ, ചെർപ്പശ്ശേരി തൂത ബൈപ്പാസ് നിർമ്മാണം എന്നിവയും വാഗ്ദാനം ചെയ്യുന്നതാണ് വികസന രേഖ. MLAയുടെ പ്രതിമാസ ജനസമ്പർക്ക പരിപാടിയും നടപ്പാക്കുമെന്ന് പറയുന്നു. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി ഡോക്ടർ ലക്ഷ്മി R. ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം വിജുകുമാർ എന്നിവർ ചേർന്നാണ് വികസന രേഖ തയ്യാറാക്കിയത്. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.